അപ്പോൾ ഗെയ്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാദി ദൈക്ക, അതായത് ദൈക്ക ഡാമിൻ്റെ താഴ്ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇമാദുദ്ദീൻ ഉണ്ട് കൂടെ. ഞങ്ങൾ ഒരു സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അങ്ങനെ കയറിയതാണ്. അതാണ് നമ്മളെ ഡാം, നമ്മൾ നേരത്തെ കണ്ടില്ലേ ഡാമിൻ്റെ താഴ്ഭാഗം. അവിടുന്ന് വെള്ളം നേരെ ഇറങ്ങി വന്ന് ഇപ്പം നിൽക്കുന്ന സ്പോട്ട് ഉണ്ടല്ലോ, അടിപൊളി ഒരു സ്പോട്ടാണ്. വെള്ളതായ ഒഴുകി പോണ ഫുള്ള് കൃഷികളാണ് ഇവിടെ ഉള്ളത്. ദൈക്ക ഡാം ഈ വഴിയാണ് ഡാമിലേക്ക് പോവാ. പക്ഷെ നമ്മൾ നേരെ പോട്ടെ, ഇത് ഡാമിലേക്ക് പോണ ഗേറ്റ് ആണ് കേട്ടോ. അത് ഈ വഴിയാണ് ഡാമിലേക്ക് പോവാ. ഓപ്പൺ ആണ്, അതാണ് അവിടെയാണ് ഡാം കാണുന്നത്. ഇത് മൊത്തം ഡാമിന്റെ ഏരിയ ആണ്. നമ്മളിപ്പോ വേറൊരു ചെറിയൊരു ലൊക്കേഷനിലേക്കാണ് ഇപ്പൊ പോണത്. തെങ്ങല്ലടാ, തെങ്ങല്ല, പനയാണ്. പനമരം, ഈത്തപ്പഴം. റൈറ്റ് വി ഗോ റൈറ്റ്. അങ്ങനെ നമ്മൾ ഉള്ളിലൂടെയുള്ള യാത്ര, ഗ്രാമത്തിലൂടെ ഒരു യാത്ര. എവിടെ? ഏതാ? Wow, nice way. തുമ്പൊക്കെ വന്നെടുക്കണ ചെയ്യാൻ അടിപൊളി. ഇമാം പാസ്, യു ആർ റൈറ്റ്. കംപ്ലീറ്റ് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കൂൾ ഏരിയ. അപ്പോൾ അപ്പുറത്ത് നിന്നതിൻ്റെ ഒരു ഇതും നമുക്ക് ഇവിടെ കിട്ടണ ഫീൽ ചെയ്യണില്ല. നല്ല ഒരു നാച്ചുറൽ, നല്ല എന്താ പറയുക, നല്ല കൂൾ. എങ്ങനെയുണ്ട് വെള്ളം? ഭയങ്കര തണുപ്പാണ്. കറക്റ്റ് ഡയറക്റ്റ് അതിൽ നിന്ന് പറഞ്ഞാൽ വാവ് നൈസ്. ചാടിയാലോ വെള്ളത്തിൽ? ഡ്രസ് കുഴപ്പമില്ല, ട്രൗസർ ഇട്ടില്ലേ ചാടുന്നുണ്ട്. അങ്ങനെയൊക്കെ അടിപൊളി കേട്ടാ, അടിപൊളി. വെള്ളം നേരെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് പോകണം. സെറ്റായാ? ചാടിയാലോ അതിലൊന്ന് കിടന്നാലോ വെള്ളത്തില്? ഞാൻ ട്രൗസർ ഇട്ട് വന്നത് ഇതാണ് വേണ്ടി എനിക്ക്, ഇതാണ് വേണ്ടി. പക്ഷെ ഭയങ്കര തണുപ്പാണ് വെള്ളം, ഭയങ്കര തണുപ്പാണ്. മാർഗരി ഇവിടെ സോപ്പ് എല്ലാം വെച്ചിട്ടുണ്ട്. കുളിക്കാൻ വേണ്ടിട്ടല്ലേ? നല്ല പാസ്. ഇത് കൃഷിക്ക് വേണ്ടിട്ട് പോണ വെള്ളമാണ്. ആ ഡാമിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന വെള്ളം. ഇതിങ്ങനെ ഈ കനാല് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ഇതേപോലെ കൃഷിക്ക് കണ്ടോ, ഇവിടുന്ന് വെള്ളം എടുത്തേക്ക് കണ്ടോ ചെറുതായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ വരമ്പ് കെട്ടിയിട്ടുണ്ടാവും, അതുപോലെ ഇവിടുന്ന് ആവശ്യത്തിന് അങ്ങോട്ട് വെള്ളം പോകുന്നു. അതുപോലെ ഇവിടെ ഇങ്ങനെ പോയി അവിടെ നിന്നൊക്കെ വെള്ളം പോകുന്നുണ്ട്. ഇവിടെ വെച്ച് അടച്ചു വെച്ച് ആവശ്യത്തിന് വെള്ളം എടുത്ത് അടച്ചു വെച്ചിരിക്കും. എന്തൊക്കെ കൃഷിയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. അതിനകത്ത് സാധനങ്ങളുണ്ട്. തെങ്ങ് മാത്രം കണ്ടില്ല, മാവുണ്ട്, പന, അങ്ങനെ കുറേ സംഭവം. അവിടെ മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ടൊക്കെ ഉണ്ട്. വാഴ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ ഡാമിൽ നിന്ന് പോണ വെള്ളം പോണ ഇതുണ്ടല്ലോ, റിസർവിൻ്റെ മറ്റേ ആ വെള്ളം ഒഴുകി പോണ ഇതുണ്ടല്ലോ പുഴ, അതിലേക്കെത്തു. ഇവിടുന്ന് ഇങ്ങനെ വാദിയായി മാറും. വാദിയിലാണല്ലോ ഒരു ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. സെറ്റ് അടിപൊളി. എന്താ ബ്രോ? സ്ലിപ്പാവുണ്ടോ?
അടിപൊളിയാണ്. ഓപ്പോസിറ്റ് നടന്ന് പറ സുഖമാണ് സുഖം. ഹബീബി ഹബീബി. പോക്കാം. കുളി കഴിഞ്ഞു ഇത് ആദ്യം അറിയണ തോർത്തുകൊണ്ടൊക്കെ എടുത്തിട്ട് തരായിരുന്നു. അടിപൊളിയായി കുളിച്ചിട്ട് പോവാറ്. ജബറോं की जिंदगी जो कभी खत्म नहीं होगी. കാരണം എന്താ അപ്പോൾ അടിപൊളിയാണ് ഗൈസ്. നല്ല എയിമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ചൂടുള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയപ്പോണ്ടല്ലോ എന്തൊരു അടിപൊളി ഫീലിങ്. ഇനി നമ്മളിപ്പോൾ നേരെ നടന്ന് പോകുന്ന സ്ഥലമാണ് ഇമാതിത. നേരെ ആദ്യം വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോകുന്നുണ്ട് ഡാമിൻ്റെ താഴ്ഭാഗത്തേക്ക്. ഇവിടെയൊക്കെ ഇപ്പോഴേ വരാൻ പറ്റുള്ളൂ കേട്ടോ. പറ്റുന്ന അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റണമെന്ന് തന്നെ സുഖമായിരുന്നു. അവിടെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. അവിടെ ഒന്ന് പോയി നോക്കണം. കിട്ടിയില്ല.